ഇപ്പോൾ ബിഗ് ബോസ് ലൈവില് ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുകയാണ്, എല്ലാവരും പുറത്തിരിക്കുകയാണ്. കാരണം നമ്മുടെ ശിവാംഗിയുടെ ഒരു ഗാനമേളയുണ്ട് അകത്ത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് സ്പ്ലിറ്റ് ചെയ്ത് കുറേ പേര് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ലൈവിൽ ഒരു വലിയ പ്രഡിക്ഷൻ നടക്കുന്നു. ആ പ്രഡിക്ഷൻ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്നത് ഒന്നീലാണ്. ഇത് പറയുന്നത് നൂറയോടും നെവിനോടുമാണ്. അടുത്ത് സരിക, കലാഭവൻ സരികയും ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു ടോക്ക് മാത്രമല്ല, മറ്റ് പല സംസാരങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പൊ ലൈവിൽ നടന്ന ആ സംസാരങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ സീരിയൽ ഗ്രാമ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അവിടെ നൂറ തനിച്ചാണ് അന്നേരം തൊട്ടേ ഇരിക്കുന്നത്. അപ്പൊ നൂറയുടെ അടുത്ത് വന്നിട്ട് സരിക നൂറയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. കുഴപ്പമില്ല, ആദിൽ ഔട്ടായതല്ലേ, അപ്പോ ഒറ്റയ്ക്ക് നൂറയ്ക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, സപ്പോർട്ട് ചെയ്തോട്ടെ, സരിക കൂടെ ഇരുന്നോട്ടെ. പക്ഷെ സരികയ്ക്ക് വന്ന അന്നേരം തൊട്ടേ ഈ പറയുന്ന പുറത്തെ കാര്യങ്ങൾ പറയാനുള്ള ഒരു വ്യഗ്രതയും ആവേശവും എല്ലാം ഉണ്ട്. അതിന്റെ ഒപ്പം സരികയ്ക്ക് തുടക്കം തന്നെ എവിക്റ്റായി പോയതിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അതിൻ്റെയും കൂടെ അനുമോളുടെ PR അനുമോൾക്ക് കപ്പ് വാങ്ങിച്ചു കൊടുക്കുമോ എന്ന പേടിയുമുണ്ട്. എന്നാൽ ഒന്നീല് നമ്മൾ എല്ലാവരും പറഞ്ഞു, നമ്മൾ പക്ഷെ ഒന്നീലിനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അഭി, ഒന്നീല് ഇവരൊക്കെ ഒന്നുമില്ലെങ്കിലും കുറച്ച് അന്തസ്സായിട്ടാണ് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത്. ഇവരാരും തന്നെ അനുമോളെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നില്ല, അല്ലെങ്കിൽ അനുമോളെ ടാർഗറ്റ് ചെയ്തൊന്നും പറയുന്നില്ല. കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നീല് അനുമോളെ ടാർഗറ്റ് ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. നൂറയോട് പറഞ്ഞു കൊടുക്കുന്നത് വളരെ രഹസ്യമായിട്ട് കുറച്ച് ആംഗ്യങ്ങളിലൂടെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് അനീഷിനാണ് കപ്പ് കിട്ടാൻ പോകുന്ന 1-ാം സ്ഥാനം അനീഷ്. രണ്ടാമത് നൂറയാണ് 2-ാം സ്ഥാനം. 3-ാം സ്ഥാനം ഷാനവാസിനല്ലേ പറഞ്ഞത്, 3-ാം സ്ഥാനം ഷാനവാസ്. 4-ാം സ്ഥാനം അനുമോള് കഴിഞ്ഞ് 4-ാം സ്ഥാനം അനുമോൾക്ക്. 5-ാം സ്ഥാനം നെവിന്. ഓക്കെ, അക്ബർ ഈ പേരിന്റെ കൂട്ടത്തിൽ വന്നിട്ടില്ല. അപ്പൊ നൂറ ഇത് വിശ്വസിക്കുന്നില്ല. അക്ബർ വരും എന്നുള്ളതൊരു കാര്യം, അതാണ് നൂറ വിശ്വസിക്കുന്നത്. അക്ബർ എന്തായാലും ഉണ്ടാകും, അതാണ് നൂറയുടെ ഒരു വിശ്വാസം. അനുമോള് 4-ാം സ്ഥാനം, അതും നൂറയ്ക്ക് വിശ്വാസമില്ല. നൂറ ഉറപ്പിച്ചു വെച്ചിട്ടേക്കുവാണ് അനുമോൾ 1-ാം സ്ഥാനത്താണെന്ന് നൂറ ഉറപ്പിച്ചു. കാരണം കപ്പിന്റെ കാര്യത്തിലാണ്. കാരണമുണ്ട്. ഈ പറഞ്ഞ ഒന്നീല് പറയുന്ന മറ്റു കുറച്ച് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതായത് ബിഗ് ബോസ് ഹൗസിന് പുറത്ത് ഒരുപാട് പേരുടെ കമന്റ്സ് ഉണ്ടായിരുന്നു. ഈ ഷാനവാസിന്റെ ആ ഒരു ഇഷ്യൂ ഉണ്ടായ സമയമുണ്ടല്ലോ, ആ പാലെടുത്ത് വലിച്ചെറിയുന്ന ആ ഒരു സീനകത്ത് 3 പേര്, അക്ബർ, ആര്യൻ, നെവിൻ, ഇവര് 3 പേരും ഒന്നിച്ച് കുറ്റക്കാരനാകുന്നുണ്ട്.